ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ സച്ചിയുടെ രേവതിയുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് അവരെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കാൻ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ രവീന്ദ്രൻ്റെ കൂടാണ്. രവീന്ദ്രൻ അവർ രണ്ടുപേരും ഒരു ഭാര്യയും ഭർത്താവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് രേവതി സച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ വളരെ മനസ്സ് നിറഞ്ഞ് രേവതിയെ സച്ചിയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ചന്ദ്രമതി രണ്ട് വാക്ക് പറയുമെന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയണം, അമ്മയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം പറയാണ് സച്ചി. അപ്പോൾ ചന്ദ്രമതി, ഞാനെന്ത് പറയാൻ, എനിക്കൊന്നും പറയാനില്ല ചന്ദ്ര, നീ എന്തെങ്കിലും പറയാണ് രവീന്ദ്രൻ. അപ്പോൾ ചന്ദ്ര പറയാണ്, ഞാനിപ്പോൾ എന്താ പറയാനുള്ളത്, അവനൊരു ബൊമ്മയാണ്, അവൻ്റെ കെട്ടിയുള്ള ആട്ടത്തിന് തുള്ളണ ബൊമ്മ, അങ്ങനെയൊക്കെ ഒരുമാതിരി വൃത്തിയായിട്ട രീതിയിൽ സംസാരിക്കുകയാണ് സച്ചിയെ പറ്റിയിട്ട്. അത് കഴിഞ്ഞിട്ട് സച്ചിയോട് പറയാണ്, സച്ചിയായിട്ട് രേവതി ചേച്ചിയെ പറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയാണ് ശ്രീകാന്ത്. അപ്പോൾ സച്ചി പറയാണ്, എനിക്ക് എന്താ പറയാനുള്ളത്, എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവളാണ്, കല്യാണത്തിന് മുമ്പുണ്ടെന്ന് സച്ചിയല്ല ഞാനിപ്പോൾ എന്ന് എല്ലാവരും പറയണ്ടല്ലോ, ഞാൻ മാറിയതാണ്, അത് എനിക്ക് വേണ്ടിയിട്ടുള്ള, എൻ്റെ രേവതിക്ക് വേണ്ടിയിട്ട്. ഞാൻ കുറേ പേരായിട്ട് അടികൂടിയുണ്ട്, ഞാൻ രേവതിയായിട്ട് ഇപ്പോഴും അടികൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ രേവതി എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് വടിയെടുത്ത് അടിച്ചിട്ട് അങ്ങനെയൊന്നുമല്ല, വാക്കുകൾ കൊണ്ട് അടിച്ചിട്ടാണ് അവൾ എന്നെ ഇതാക്കുന്നത്. ഞാനൊരു ബൊമ്മയെന്ന് പറഞ്ഞല്ലോ, സത്യമാണ്, ഞാൻ ഒരു ബൊമ്മ തന്നെയാണ്, എൻ്റെ രേവതിയുടെ മുമ്പിൽ ഒരു ബൊമ്മയാണെന്ന് എനിക്കൊരു വിഷമവും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സച്ചി രേവതിയെ പറ്റി വളരെ മനസ്സ് നിറഞ്ഞ് സംസാരിക്കുക. അത് കഴിഞ്ഞ് രേവതിയെ പറ്റിയിട്ട് സംസാരിക്കാൻ പറയാണ്. രേവതിയോട് സച്ചിയെ പറ്റി സംസാരിക്കാൻ പറയാണ്. അപ്പോൾ രേവതി പറയണേ, എനിക്ക് പറഞ്ഞാൽ തീരില്ല വാക്കുകളില്ല, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കിട്ടിയ ഭാഗ്യമാണ് എൻ്റെ സച്ചിയേട്ടൻ ഒരു പാവാണ്, നല്ല മനസ്സിൻ്റെ ഉടമസ്ഥനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി പറഞ്ഞ് കരയാനുണ്ട്. സച്ചിയേട്ടൻ ഇങ്ങനെയൊന്നല്ല, കല്യാണത്തിന് മുമ്പെന്നായിരുന്നു ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്, പണ്ട് ഇങ്ങനെയൊന്നല്ലായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതിന് പിന്നിൽ എന്തോ ഒരു വ്യക്തമായ കാരണമുണ്ട്, അത് എന്താണെന്ന് സച്ചിയേട്ടൻ ആരോടും പറയുന്നില്ല. ഞാൻ കുറേ പ്രാവശ്യമായി അത് മനസ്സിലാക്കുന്നു, എന്താ അതിൻ്റെ കാരണം എന്ന് എനിക്കറിയില്ല. പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ മുഖം പൊത്താണ്. അപ്പോൾ ശ്രുതിയെ സംബന്ധിച്ചിട്ടുള്ളൊരു വിഷയമാണോ എന്നൊരു സംശയം വരുന്ന രീതിയിലാണ് ശ്രുതി മുഖം പൊത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടിദ്ധരിച്ചിരിക്കും. അപ്പോൾ സച്ചി, എന്തിനാ രേവതി ഇപ്പോൾ അതൊക്കെ എടുത്ത് പറഞ്ഞാൽ, അല്ല എനിക്ക് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായാലും അത് അപ്പം തന്നെ അവസാനിക്കും, എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഭാഗ്യമാണ് സച്ചിയേട്ടൻ. എനിക്ക് ഈ ഒരു അവസരത്തിൽ ഇത്രയും കാലമായിട്ട് ഞാൻ ചോദിച്ചിട്ട് സച്ചിയേട്ടൻ അതെന്താ കാരണം എന്ന് പറഞ്ഞില്ല. എന്തെങ്കിലും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്തെങ്കിലും സച്ചിയേട്ടൻ ആ രഹസ്യം തുറന്ന് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി നിർത്താണ്. അപ്പോൾ സച്ചി പറയാണ്, പക്ഷേ നീയാണിപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് മിണ്ടാതെ ഇരുന്നാൽ മതി, നീയാണിപ്പോൾ ഇത് എടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി വർഷേനെ വെറുതെ തമാശ രീതിയിൽ കുറ്റപ്പെടുത്താണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, എല്ലാവരുടെയും സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്താണ് ഒരാളുടെ മാസ് എൻട്രി വരുന്നത്. അത് ആരാന്ന് നമുക്ക് ഊഹിക്കാലോ. സച്ചിയുടെ അളിയൻ ശരത്ത്, അതായത് രേവതിയുടെ അനിയൻ ശരത്തിൻ്റെ മാസ് എൻട്രി. ശരത്ത് വന്ന് ഓട്ടോയിൽ വന്ന് ഇറങ്ങണം. അപ്പോൾ അത് കാണുമ്പോൾ ശ്രീകാന്ത്, ശരത്തെ വാടാന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ശരത്തിനെ വിളിക്കണം. ശരത്തിനെ കാണുമ്പോൾ സച്ചിയുടെ അമ്മയും ലക്ഷ്മിയും സച്ചിയുടെ അല്ല രേവതിയുടെ അമ്മയും അനിയത്തിയൊക്കെ ഞെട്ടിധരിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് അറിയില്ല, വീട്ടിൽ രാവിലെ ഒരു വഴക്കുണ്ടായതാണല്ലോ, എന്താ ഉണ്ടാവുകയെന്ന് അറിയില്ല. അപ്പോൾ അവർ ഞെട്ടിധരിച്ച് നിൽക്കുകയാണ്. ഇതിനിടയിൽ ലക്ഷ്മിയോട് സച്ചിയെ പറ്റി രണ്ട് വാക്ക് പറയുമ്പോൾ ലക്ഷ്മി മനസ്സ് നിറഞ്ഞാണ് സംസാരിക്കുന്നത്. എൻ്റെ മോനാണ്, ഞാൻ മരുമോനായിട്ടല്ല എൻ്റെ മോനായിട്ടാണ് കണ്ടേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മനസ്സ് നിറഞ്ഞാണ് ലക്ഷ്മി സംസാരിക്കുന്നത്. അതിന് ശരത്ത് വന്നിട്ട് ഞാൻ എന്താ ശരത്ത്, നിനക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞോളൂ. ലക്ഷ്മി പറയണ, ആ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ ഇറങ്ങി, എൻ്റെ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറിയിൽ വരാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അങ്കളെ എന്ന് പറയുകയാണ് രവീന്ദ്രനോട് ശരത്ത്. എന്നിട്ട് ശരത്ത് ഗിഫ്റ്റ് കൊടുത്തിട്ട് ഇവർക്ക് കൊടുക്കണം, ഇത് എൻ്റെ വക, എൻ്റെ ചേച്ചിക്ക് അളിയനുള്ള സമ്മാനം, ഞാൻ സ്വന്തമായിട്ടൊരു ജോലിക്ക് പോകേണ്ട അങ്കളെ, ഇപ്പോൾ സ്വന്തമായിട്ട് പോയിട്ട് ഞാൻ അധ്വാനിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പൈസയും കൊണ്ട് ഞാൻ ഇവർക്കൊരു ഗിഫ്റ്റ് മേടിക്കാൻ വെച്ച് വന്നതാണെന്ന് പറഞ്ഞിട്ട് ഈ ഗിഫ്റ്റ് സച്ചിയുടെ കയ്യിൽ കൊടുക്കണം. സച്ചിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ രേവതി ഇങ്ങനെ എന്താ ഉണ്ടാവുകയെന്ന് അറിയാതെ അന്തം വിട്ടിരിക്കുന്ന സമയത്ത് സച്ചി, നീ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടാവും വെച്ചിട്ട് ആ ഗിഫ്റ്റ് മേടിച്ചിട്ട് ഇതെന്താ, അത് സച്ചിയുടെ ഒരു ഷർട്ടും രേവതി ചേച്ചിക്ക് ഒരു സാരിയാണ് പറഞ്ഞത്, ഞാൻ കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് സച്ചിയുടെ ഷർട്ട് ഒരു ടീ-ഷർട്ട് ഇടണം, ഇത് നന്നായി ഉണ്ടല്ലോ, നിനക്ക് എൻ്റെ കളർ സെൻസൊക്കെ നന്നായി അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഷർട്ട് ഇട്ടൊക്കെ കണ്ടില്ലേ, നന്നായി ഉണ്ടല്ലോ അച്ഛമ്മ എന്നൊക്കെ പറയാണ്. എന്നിട്ട് നന്നായി അളിയാ, നിനക്ക് ഇത്രയും സ്നേഹം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തിനെ കെട്ടിപ്പിടിക്കണം.
കെട്ടിപ്പിടിക്കുമ്പോൾ തന്നെ അറിയാം എന്തോ സച്ചി മനസ്സിൽ വെച്ചിട്ട് സംസാരിക്കണമെന്ന്. അത് കഴിഞ്ഞിട്ട് രേവതി ശരത്തിന് കേക്ക് കൊടുക്കുമെന്ന് പറയണേ. കേക്കില്ലേ, കേക്ക് കഴിഞ്ഞോ, മുഴുവൻ ശ്രുതി തിന്ന് നിർത്തുന്നൊക്കെ ചോദിക്കണം. അപ്പോൾ രേവതി പറയാണ് കേക്ക് ഉണ്ട് സച്ചിയേട്ടാ പറയുന്നത്, കേക്ക് കൊടുന്ന് കൊടുക്കുക പറഞ്ഞിട്ട് ശരത്തിന് കേക്ക് കൊടുന്ന് കൊടുക്കുക. ഞാൻ വായിൽ തരണം ചോദിക്കണം സച്ചി ശരത്തിനോട്. വേണ്ട ഞാൻ കഴിച്ചോളാം. ശരത്ത് കേക്ക് കഴിക്കുന്നു. അങ്ങനെ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചന പോലെയാണ് തോന്നുന്നത്. അങ്ങനത്തെ സമയത്താണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. ബാക്കി കഥ നാളെ ആയിരിക്കും. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.